ദി ഓഡിസി ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ സിനിമ ഒരർത്ഥത്തിൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ റിഗ്രറ്റിനെയാണ്. രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് മനസ്സിലാവാത്ത തരം സിനിമകൾ എടുക്കുന്ന ഒരു വ്യക്തി എന്ന ലേബലിൽ നിന്ന് ഈ സിനിമയടക്കം കഴിഞ്ഞ 2 സിനിമകളിലൂടെ വ്യക്തികൾ നേരിടുന്ന ഗിൽട്ട് ഗ്രാൻഡ് ആയിട്ടുള്ള സ്കെയിലിൽ സിനിമയാക്കുന്ന ഒരു സംവിധായകൻ എന്ന ഒരു പുതിയ ടാഗിലേക്ക് മാറാൻ ക്രിസ്റ്റഫർ നോളന് സാധിച്ചിട്ടുണ്ട്. ആറ്റം ബോംബ് ഉണ്ടാക്കിയ ആളുടെ കഥ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന അതിലെ പൊട്ടിത്തെറിയുടെ പുറകെ പോകാതെ ആ കഥാപാത്രത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തതുപോലെ ഓഡിസിയിലും കാര്യങ്ങൾ ഇതിലെ കഥാപാത്രങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ കാണിക്കാനാണ് നോളൻ ശ്രമിക്കുന്നത്. ക്രിസ് ക്രോസ് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ഒഡീസിയസിന്റെ യാത്ര എത്രത്തോളം സംഭവ ബഹുലമായിരുന്നു എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പടത്തിന് സാധിക്കുന്നുണ്ട്. സ്കെയിൽ കാണിച്ച് കൈയടിപ്പിക്കുന്ന പരിപാടിക്ക് വല്ലാതെ ശ്രമിക്കാത്ത ഡ്രാമയിൽ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് അച്ചീവ്മെന്റ് ആണ് എന്ന് പറയാം. 3000 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ള 12,000-ലധികം വരികളുള്ള ഒരു എപ്പിക് പോയമാണ് ഹോമറിന്റെ ഓഡിസി. 10 വർഷം നീണ്ടുനിന്ന ട്രോയിലെ ട്രോജൻ യുദ്ധത്തിന് ശേഷം ബാക്കി എല്ലാവരും അവനവന്റെ നാട്ടിലേക്ക് പോയപ്പോൾ ഇത്തക്കയുടെ രാജാവായിട്ടുള്ള ഒഡീസിയസ് തന്റെ ആളുകളെയും കൊണ്ട് വേറെ ഒരു വഴിക്കാണ് പോയത്. പെട്ടെന്ന് നാട്ടിലെത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാമർത്ഥ്യം കാണിച്ചതെങ്കിലും പോകുന്ന വഴിക്ക് ഒരുപാട് ഭീകരമായ തടസ്സങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. ഇതേസമയം ഇത്തക്കയിൽ രാജാവില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഒഡീസിയസിന്റെ ഭാര്യയായിട്ടുള്ള പെനലപ്പിയും മകൻ ടെലമാക്കസും അല്പം ബുദ്ധിമുട്ടിലാണ്. പെനലപ്പിയെ വിവാഹം കഴിച്ച് രാജാവാകുക എന്ന ഉദ്ദേശത്തോടു കൂടി പലരും കൊട്ടാരത്തിൽ കയറുന്നിറങ്ങുന്നുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് എത്താനുള്ള ഒഡീസിയസിന്റെ ശ്രമവും അദ്ദേഹം വരുന്നതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഭാര്യയുടെയും മകന്റെയും ശ്രമങ്ങളുമാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. ഈ പടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ നായകനായിട്ടുള്ള മാറ്റ് ഡെയ്മൺ പറഞ്ഞിട്ടുള്ള ഒരു ഷൂട്ടിംഗ് അനുഭവം ഉണ്ടായിരുന്നു. അതായത് ബിൽഡിംഗ് ഒക്കെ പൊളിയുന്ന ടൈപ്പ് ഒരു വലിയ സീൻ ഷൂട്ട് ചെയ്ത് കട്ട് പറഞ്ഞതിന് ശേഷം സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ഹൊയ്റ്റമ പുള്ളിയോട് പറഞ്ഞു, ഇപ്പോൾ എടുത്തതൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് കട്ടാണെന്ന്. സ്കെയിൽ എന്ന് പറയുന്ന സംഗതിയെ ക്രിസ്റ്റഫർ നോളൻ ഏത് രീതിയിലാണ് ഈ പടത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഇൻസിഡന്റ് ധാരാളമാണ്. വേറെ ഏതെങ്കിലും ഒരു സംവിധായകനാണെങ്കിൽ ഒരുപക്ഷെ ട്രോജൻ വാറിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാവരെയും കാണിക്കുന്ന രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷൻ ആയിരിക്കും പിന്തുടരുക. എന്നാൽ ഓപ്പൺഹൈമർ ഡിസൈൻ ചെയ്തതുപോലെ ഇവിടെ ഒഡീസിയസിന്റെ പുറകെയാണ് നോളൻ പോകുന്നത്. റിയൽ ആയിട്ടുള്ള ലൊക്കേഷനുകളിൽ പരമാവധി കുറവ് വിഷ്വൽ എഫക്ട്സും കൂടുതൽ പ്രാക്ടിക്കൽ എഫക്ട്സും വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന പുള്ളിയുടെ രീതി ഒടുക്കം കുറ്റബോധം വരുന്ന നമ്മുടെ നായകനോട് നമ്മൾക്കൊരു എമ്പതി തോന്നിക്കാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. സിനിമയുടെ ആ സ്റ്റോറി വേൾഡിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ടുപോകാൻ ക്രിസ്റ്റഫർ നോളന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള നോൺ ലീനിയർ ശൈലി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 3000 വർഷം പഴക്കമുള്ള സോഴ്സ് മെറ്റീരിയൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കഥ ലീനിയർ ആയിട്ട് നരേറ്റ് ചെയ്താൽ അത് പ്രേക്ഷകരിൽ ഒരു താല്പര്യം ഉണ്ടാക്കില്ല. ഇതിൽ സൈക്ലോപ്സ് വരുന്ന ഭാഗം വരെ നോക്കുകയാണെങ്കിൽ കഥ നടക്കുന്നത് ഗ്രീക്ക് ദൈവങ്ങളൊക്കെയുള്ള ഫാന്റസി ലോകത്തിലാണെങ്കിലും കാണുമ്പോൾ സംഗതി വളരെ ഗ്രൗണ്ടഡ് ആണ്. ഈ ഒരു കഥയിലെ ഫാന്റസി എലമെന്റിലേക്കുള്ള നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഒറ്റക്കണ്ണൻ സൈക്ലോപ്സിന്റെ ചാപ്റ്റർ. പക്ഷെ ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നത് സെർസിയുടെ എപ്പിസോഡാണ്. ഇൻ ക്യാമറ പരിപാടികളിലൂടെ എഡിറ്റിംഗും പ്രോസ്തെറ്റിക് മേക്കപ്പും എല്ലാം ഉപയോഗിച്ച് ആ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. ഹെയ്ഡീസ് എന്ന അണ്ടർവേൾഡിൽ വെച്ച് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് പടത്തിന് ഒരു ഇമോഷണൽ ട്രിഗർ കൊടുക്കുന്നത്. ഒഡീസിയസിന്റെ മാനസികാവസ്ഥയിലേക്കാണ് താൻ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ആ ഒരു സീനിലൂടെ നോളൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കൽ എഫക്റ്റുകൾ പരമാവധി ഉപയോഗിക്കുക എന്നതിനോടുള്ള തന്റെ താല്പര്യം പലതവണ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മനുഷ്യന്റെ കുറ്റബോധവും കാര്യങ്ങളുമാണ് ഈ സിനിമയുടെ ഫോക്കസ് പോയിന്റ് എന്നതുകൊണ്ട് വിഷ്വലുകൾ പലപ്പോഴും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിലോ അതിനടുത്ത് നിന്നുകൊണ്ടോ ആണ്. വളരെ വൈഡായിട്ടുള്ള എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഈ സിനിമ പോകുന്നത് താരതമ്യേന വളരെ കുറവാണ്. ഹോമറിന്റെ ഓഡിസിയുടെ ഒരു ഫണ്ടമെന്റൽ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള മോൺസ്റ്റേഴ്സ് ഒക്കെയുള്ള ഒരു ഫാന്റസി പരിപാടിയാണ്. പക്ഷെ വലിയ മോൺസ്റ്ററുകളുടെ വിഷ്വൽ കാണിച്ച് പേടിപ്പിക്കുക എന്നതിന് പകരം പ്രേക്ഷകനെ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒഡീസിയസിന്റെ ക്രൂവിലെ ഒരാളാക്കി നിർത്തുക എന്ന രീതിയിലാണ് നോളൻ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈക്ലോപ്സും പിന്നീട് സിലയും അറ്റാക്ക് ചെയ്യുന്ന പാനിക് ആയിട്ടുള്ള വിഷ്വലുകളിൽ ഈ മോൺസ്റ്റേഴ്സിനെ മുഴുവനായിട്ടും കാണിക്കാതെ തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്ത ഹൊറർ എന്താണെന്ന് പ്രേക്ഷകന് കാണിച്ചു കൊടുക്കാൻ ക്രിസ്റ്റഫർ നോളന് സാധിക്കുന്നുണ്ട്. ഫൈനൽ ആക്ടിൽ വരുന്ന കാര്യങ്ങൾ പ്രെഡിക്റ്റബിൾ ആണെങ്കിലും ചില രസകരമായ പേ ഓഫുകൾ പ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു ആക്ഷൻ ബ്ലോക്കിനെയും സിനിമ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. ഒഡീസിയസ് ആയിട്ട് അഭിനയിക്കുന്നത് മാറ്റ് ഡെയ്മൺ ആണ്. ഒരു വാരിയർ കോസ്റ്റ്യൂമിലാണ് പുള്ളി ഫുൾ ടൈം ഉള്ളതെങ്കിലും സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത് ആ ഒരു കഥാപാത്രത്തിന്റെ ഇമോഷണൽ സ്പേസ് ആണ്. തുടക്കത്തിൽ കാണുന്ന ഒരു യുദ്ധക്കുതിയൻ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തിരിച്ചറിവുണ്ടാകുന്നതിലേക്കുള്ള ആ കഥാപാത്രത്തിന്റെ മാറ്റം പുള്ളി മനോഹരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പെനലപ്പി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ആൻ ഹാത്തവേ ആണ്. ഈ കഥയിലെ ഒരുപക്ഷെ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ പെനലപ്പിയാണ്. ഒരുപാട് പ്രഷറുകൾക്ക് നടുവിലുള്ള ആ കഥാപാത്രത്തിന്റെ ശക്തിയും വൾണറബിലിറ്റിയും പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ടോം ഹോളണ്ട് ചെയ്യുന്ന ടെലമാക്കസ് എന്ന ക്യാരക്ടറിന് ഒരു പക്വതയെത്താത്ത അത്രയ്ക്ക് ശക്തനല്ല എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു ഫീൽ ഉണ്ട്. പുള്ളിയുടെ മുഖം ആ ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പോകുന്ന ഒന്നാണ്. റോബർട്ട് പാറ്റിൻസൺ ആണ് ആന്റിനോസ് എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ ബിലീവബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടേത്. അത്തീനയായിട്ട് സെൻഡേയും
കാലിപ്സോ എന്ന കഥാപാത്രമായിട്ട് ചാർലീസ് തെറോണും ചെറിയ ദൈർഘ്യമുള്ള വേഷങ്ങളിൽ വരുന്നുണ്ട്. സമാന്ത മോർട്ടൺ ആണ് സെർസി എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ജോൺ വിക്ക് പടത്തിലൂടെ പലർക്കും അറിയുന്ന ജോൺ ലെഗുവാസ്മോ യൂമിയസ് എന്ന കഥാപാത്രത്തെ ഈ പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എഴുത്തിൽ നടത്തിയിട്ടുള്ള ചില സ്ട്രക്ചറൽ എക്സ്പെരിമെന്റുകൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ സീക്വൻസിനെ ഏറ്റവും പുറകിലോട്ട് കൊണ്ടുപോകാൻ ക്രിസ്റ്റഫർ നോളനെ സഹായിക്കുന്നുണ്ട്. ഒഡീസിയസിന്റെയും ഭാര്യയുടെയും മകന്റെയും ഒക്കെ പേഴ്സണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കാണിക്കുക എന്നുള്ള രീതിയിലായതുകൊണ്ട് സിനിമാറ്റോഗ്രാഫി കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളിലേക്കൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിഗംഭീരമായിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസൈനാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒരുപാട് പേരുള്ള ഇതിലെ ചില പ്രധാനപ്പെട്ട സീക്വൻസുകൾ കണ്ടപ്പോൾ അവർ അത് ഷൂട്ട് ചെയ്തത് കാണിക്കുന്ന BTS വീഡിയോസ് കാണാൻ എനിക്ക് നല്ല താല്പര്യം തോന്നി. IMAX ക്യാമറയ്ക്ക് 2.5 മിനിറ്റിനടുത്ത് മാത്രമേ ഒരൊറ്റ ടേക്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റൂ എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഒഡീസിയസും പെനലപ്പിയും തമ്മിലുള്ള ആദ്യത്തെ കോൺവെർസേഷനിൽ പല സ്ഥലത്തും ജംപ് കട്ടുകൾ കാണാൻ സാധിക്കും. സെൻസർ ബോർഡ് ഇവിടെ കത്രിക വെച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ലുഡ്വിഗ് ഗൊറാൻസൺ ഒരുക്കിയിട്ടുള്ള പശ്ചാത്തല സംഗീതം ഒരുപാട് മ്യൂസിക്കൽ എലമെന്റുകൾ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നില്ല. ചില സ്ഥലത്തൊക്കെ ഡാർക്ക് നൈറ്റിലൊക്കെ ചില സീക്വൻസുകളിൽ കണ്ടിട്ടുള്ള തരം ഹൈ ബേസ് ഉള്ള ബീറ്റുള്ള ഓർക്കസ്ട്രേഷനാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഓവർ ദ ടോപ്പ് എലമെന്റുകൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പടത്തിനുള്ളത്. പല കാര്യങ്ങളെയും കുറച്ചുകൂടി മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് എന്ന് തോന്നിപ്പിക്കാനും ഈ കഥയെ ഒരു സർവൈവൽ സ്റ്റോറി എന്ന രീതിയിലാക്കാനും വേണ്ടിയിട്ട് ചെറുതായിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈഗോ മൂത്തിട്ട് തന്റെ പേര് പറഞ്ഞുകൊണ്ട് സൈക്ലോപ്സിന്റെ അച്ഛനായിട്ടുള്ള പൊസൈഡന്റെ കയ്യിൽ നിന്ന് പണി ഇരന്നു വാങ്ങുന്ന ഒഡീസിയസിനെ അല്ല നോളൻ കാണിക്കുന്നത്. അതുപോലെ യഥാർത്ഥ ഓഡിസിയിലുള്ള ഒരു വിൻബാഗ് എപ്പിസോഡ് ഈ പടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നോളന്റെ മനസ്സിലുള്ള കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വിഷനുമായിട്ട് ആ ഒരു ചാപ്റ്റർ ചേർന്ന് പോകാത്തത് കൊണ്ടായിരിക്കും അത്. ട്രോജൻ ഹോഴ്സ് എന്ന ഐക്കോണിക് സംഭവത്തെ യുദ്ധ നിയമങ്ങളുടെ ലംഘനത്തിന്റെയും ഒരാളുടെ റിഗ്രറ്റിന്റെയും സിമ്പലായിട്ട് കാണിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കൽ എന്ന പൊതുവെ ഗ്ലോറിഫൈ ചെയ്ത് കാണുന്ന സംഗതിയുടെ വേറെ ഒരു തലം കാണിക്കാനാണ് ഈ സിനിമയിലൂടെ ക്രിസ്റ്റഫർ നോളൻ ശ്രമിക്കുന്നത്. ഒരു സിനിഫൈൽ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സിനിമയാക്കുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരാൾ ഇന്റർപ്രറ്റ് ചെയ്തത് കാണുന്നതിന്റെ ഒരു സന്തോഷം ഈ സിനിമ കാണുമ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്